നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റോബോട്ട് വിത്ത് വൈറസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, അതിലൊരു പ്രധാന കഥാപാത്രമായിട്ടൊരു റോബോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ പിക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു റോബോട്ടും ഒരു ബോയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. പെഡ്രോ പാബ്ലോ സക്രീസ്റ്റൻ എന്നുള്ള ഓഥറാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. മാഡ്രിഡ്, സ്പെയിനിൽ ജനിച്ചിട്ടുള്ള 1973 ജനിച്ച ഒരാളാണ് നമ്മുടെ റൈറ്റർ. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. His passion for education and writing led him to create a collection of short stories for children on values. അപ്പോൾ എന്തായാലും അദ്ദേഹം മാനേജ്മെൻറ്റിലൊക്കെയാണ് ഡിഗ്രി എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത് എഴുത്തിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടൊരു അവസാനമാകുമ്പോഴേക്കൊരു ഗുണപാഠം കിട്ടുന്ന രീതിക്കുള്ള ഒത്തിരി കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് എൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽഡ് ദ പെഡ്രോ ഫേബിൾ കളക്ഷൻ. പെഡ്രോ ഫേബിൾ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഓഡിയോ ബുക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ്, അത് നോർത്ത് വെച്ചോളൂ കേട്ടോ, റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അപ്പം നല്ല വെയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു വേനൽക്കാലമാണെന്നാണ് പറയുന്നത്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഊർജ്ജസ്വലമായിട്ടുള്ള നല്ല തീക്ഷ്ണമായിട്ടുള്ള വെയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള രശ്മികൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ എവിടെ എല്ലാ വീടിൻ്റെയൊക്കെ മുകളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു വെയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചൂടിൻ്റേതായിട്ടുള്ള നിറവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. ആ ഒരു എയർ, അന്തരീക്ഷ വായുവൊക്കെ വളരെ റിഫ്രഷിംഗ് ആണ്, ഒരു ഫ്രഷ്നെസ് ഉള്ള, അല്ലാണ്ട് ഈർപ്പമൊക്കെ തങ്ങി നിന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ക്രിസ്പ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് കിട്ടിയിരിക്കുകയാണ് റിക്കി. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റിക്കിയുടെ റൂമിലേക്ക് ഈ സൂര്യപ്രകാശങ്ങൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നേരം പുലർന്നു, സൂര്യപ്രകാശം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയമായിട്ടുണ്ട്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. പക്ഷേ ഇപ്പോഴും ആളെവിടെ കിടക്കുന്ന ആളിപ്പോഴും ബെഡിലാണ്, നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള റിക്കി lived in a lovely futuristic house which had everything you can ever want. നല്ല ഒരു എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട്ടിലാണ് അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവൻ്റെ ശീലങ്ങളെന്ന് പറയുന്നത് ഭയങ്കര അലസനായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര മടിയുള്ളവനായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലോവൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലസത അല്ലെങ്കിൽ മടിയുള്ള എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് അവൻ്റെ ഒരു ക്യാരക്ടറാണ്. ആ വേർഡ് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹി ജസ്റ്റ് threw his belongings all over the place. അവൻ്റെ മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അവൻ്റെ സാധനങ്ങളെല്ലാം അവൻ അവിടെ ഇവിടെ വലിച്ചെറിയും. ഒന്നും പ്രോപ്പറായിട്ട് അതിൻ്റേതായ സ്ഥലങ്ങളിൽ അവൻ ഒതുക്കി വയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്ക് എന്തായിരുന്നു മെയിൻ പണി എന്ന് പറയുന്നത്, മുക്കിലും മൂലയിലൊക്കെ ഇവൻ വലിച്ചെറിഞ്ഞിട്ടുള്ള അവൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി അത് സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ മെയിൻ പണി. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അമ്മ വേറെ പുറത്ത് ജോലിയില്ലാത്ത ആളൊന്നല്ല കേട്ടോ, അമ്മ ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് എന്ത് ചെയ്യണം, ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. പക്ഷേ ഇതിനേക്കാൾ വലിയ പണിയായിട്ടാണ് നമ്മുടെ റിക്കി എപ്പോഴും വീട്ടിലുണ്ടാകും. അവൻ്റെ സാധനങ്ങൾ അടുക്കി പെറുക്കുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ ജോലിയായിരുന്നു. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. പിന്നെ അമ്മ റിക്കിയോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. റിക്കി നീ നിൻ്റെ ബാഗൊക്കെ സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി വെച്ചേ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി നീ ആ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യുക. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ഡ്രസ്സുകളൊക്കെ നീ അയൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് സോ ഓൺ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അമ്മ വിളിച്ച് പറയുന്നുണ്ടാവും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ വല്ല കാര്യമുണ്ടോ, അമ്മ അതൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല, അവൻ എപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. റിക്കി വീട്ടിൽ കാര്യമായിട്ട് അമ്മയെ സഹായിക്കാനോ പണികളോ ഒന്നും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബ്രോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. പക്ഷെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ അടുത്ത് അവൻ്റെ പാരൻസ് ഒരു സാധനം വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്തായിരുന്നു അതൊരു ബട്ട്ലർ റോബോട്ടായിരുന്നു. അതായത് വീട്ടു ജോലികളൊക്കെ ചെയ്യാനുള്ള റോബോട്ട്. ആ വേർഡ് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കാം
ആയിക്കോട്ടെ, ബട്ട്ലർ റോബോട്ട്. അപ്പോൾ അത്തരത്തിൽ ജോലികളൊക്കെ ചെയ്യാൻ പറ്റിയൊരു റോബോട്ടിനെ വീട്ടിലേക്ക് അവൻ്റെ പാരൻസ് കൊണ്ടുവന്നതിൽ റിക്കി ഭയങ്കര ഹാപ്പിയാണ്. As soon as it arrived, off it went cooking, cleaning and ironing. അപ്പോൾ ഇത് വന്നപ്പോൾ തൊട്ട് എല്ലാ ജോലികളും നമ്മുടെ ഈ ബട്ട്ലർ റോബോട്ടാണ് ചെയ്യുന്നത്. കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, അയണിങ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ആൾക്ക് ചെയ്യാനറിയാം. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത് ഫ്രം ദ ഫ്ലോർ. പക്ഷെ അവനും ആ ഒരു റോബോട്ടിനും ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ പണി എന്താണ്? ക്ലീൻ ചെയ്യലും അയൺ ചെയ്യലൊക്കെ സഹിക്കാം, പക്ഷേ ഏറ്റവും വലിയ പണി എന്താണ്? നമ്മുടെ റിക്കി അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള തുണികളും കാര്യങ്ങളൊക്കെ നിലത്തുനിന്ന് പെറുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ബട്ട്ലർ റോബോട്ടിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. അപ്പോൾ ഒരു ദിവസം, ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ റോബോട്ട് വന്ന ദിവസം തന്നെ അവൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് റിക്കിയുടെ റൂം ഭയങ്കര അലമ്പായിട്ട് കിടക്കുമായിരുന്നു. അതിനകത്ത് അവൻ്റെ തുണികളും സാധനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും അങ്ങനെയാണ്. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു അന്നത്തെ ദിവസം അവൻ്റെ റൂം കിടന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ പിറ്റേ ദിവസം എണീച്ച് നോക്കിയപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നത്. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം ഭയങ്കര വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് എല്ലാം ആകെ പ്രശ്നമായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉറങ്ങി എണീച്ചപ്പോൾ എല്ലാം വൃത്തിയായിരിക്കണം. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ അത് കണ്ടിട്ട് അവൻ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അവൻ പറയണം, ഹൗ അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്തായാലും എന്ത് വൃത്തിയായിരിക്കണം ഇപ്പോൾ എൻ്റെ റൂം കാണാൻ. അവനൊതുക്കിയതൊന്നും അല്ല, നമുക്കറിയാം അവൻ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലല്ലോ. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. ശരിക്കും പറഞ്ഞാൽ ക്ലീൻ എന്ന് പറഞ്ഞപ്പോൾ ടു ക്ലീൻ ആണ്, ഒത്തിരി വൃത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിക്കി കുഡന്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. പക്ഷേ പ്രശ്നം എന്ത് സംഭവിച്ചു? ക്ലീനാക്കിയിട്ട് അവൻ്റെ കയ്യിൽ, അവൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ അവൻ്റെ റൂമിലുള്ള ചില സാധനങ്ങൾ കാണാതെ പോയി. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീഷർട്ടും കാണാനില്ല, അതേപോലെ തന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളും കാണാനില്ല. Where is my ball? He pestered his mother. അപ്പോൾ ഇതും ചോദിച്ചിട്ട് ഇവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബോൾ എവിടെ, എൻ്റെ സാധനങ്ങൾ എവിടെ, ചിലതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അമ്മയോട് പോയിട്ടാണ്, അമ്മയാണ് ശല്യം ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. He could not find his things even after he had searched up and down. അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞു, പക്ഷെ അവന് മിസ്സായി പോയ സാധനങ്ങൾ കാണാൻ പറ്റിയില്ല. He asked himself, where could they have gone? അവനോട് തന്നെ ചോദിക്കുന്നത്, എവിടെ പോയി ഇപ്പോൾ ഇതൊക്കെ, എന്ത് സംഭവിച്ചു, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. However, much he searched during the day, those two items did not reappear. എവിടെയൊക്കെ അവൻ തിരഞ്ഞിട്ടും അതൊന്നും റീഅപ്പിയർ ചെയ്തില്ല, അത് തിരിച്ചവന് കിട്ടിയില്ല, അതൊക്കെ എവിടെയോ പോയി. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. വീണ്ടും പല സാധനങ്ങൾ ഇതുപോലെ മിസ്സാവാനായിട്ട് തുടങ്ങി. റിക്കി cast a suspicious eye on the gleaming butler robot. Suspicious എന്ന് പറഞ്ഞാൽ എന്താ? സംശയാസ്പദമായ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ഇവന് സംശയം, റിക്കിക്ക് സംശയം ആരേനെയാണ്? ഈ ഒരു റോബോട്ടായിരിക്കും. റോബോട്ടാണ് ഇമാതിരി, അതായത് വേറെ ആരും ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടില്ലല്ലോ, ഒതുക്കുന്നതും പിടിക്കുന്നതൊക്കെ റോബോട്ടാണല്ലോ. അപ്പോൾ ഇവനായിരിക്കും ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നൊരു ചിന്ത റിക്കിയുടെ മനസ്സിലോട്ട് വരികയാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഹിസ് ഹാൻഡി വർക്ക്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവൻ്റെ പണിയാണ് എന്നൊരു സംശയം നമ്മുടെ റിക്കിക്ക് വന്നിട്ടുണ്ട്. ഹി തോട്ട് he hatched a plan to spy on the robot and began following it around the house. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണെന്ന് ഒരു പ്ലാൻ ചെയ്യും. ഇവൻ്റെ ഈ ഒരു റോബോട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ ഇവനെ ഒന്ന് എന്ത് ചെയ്യാം, സ്പൈ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിന്നാലെ നടന്നിട്ട് കണ്ടുപിടിക്കുക, ഒരു ഡിറ്റക്റ്റീവിനെ മരിക്കുക, എന്തൊക്കെയാണ് ഇവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഇവൻ തന്നെയാണോ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി റോബോട്ടിനെ ഒന്ന് പിന്നാലെ നടന്നൊന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പ്ലാൻ ചെയ്യണം. ഫൈനലി ഹി caught it red handed എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിടിക്കപ്പെടുക, തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ റോബോട്ട് തന്നെയാണ് ഈ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് എന്നുള്ളത് കയ്യോടെ പിടികൂടി എന്നാണ് പറയുന്നത് നമ്മുടെ റിക്കി. while it was picking up one of his clothes, അവൻ്റെ ഒരു ഡ്രസ്സ് അവൻ റോബോട്ട് എടുക്കുന്ന സമയത്ത് ഇവൻ പിടികൂടുകയാണ് ചെയ്യുന്നത്. ഇവൻ കണ്ടുപിടിക്കുകയാണ് ഈ റോബോട്ട് തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത് എന്നുള്ളത്. റിക്കി followed the robot without making a sound. റിക്കി പതുക്കെ പമ്മി റോബോട്ടിൻ്റെ പുറകെ പോവാണ്, സൗണ്ട് ഒന്നും ഇല്ലാണ്ട്. കാരണം എന്തിനാ, ഈ റോബോട്ട് ഈ തുണിയും കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. ഇപ്പം ഇങ്ങനെ പുറകെ പോയി നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മുടെ റോബോട്ട് ഇത് നേരെ കൊണ്ടുപോയിട്ട് ഇവരുടെ സ്റ്റോർ റൂമിൽ ഒരു കൂന തുണികൾ വെച്ചിട്ടുണ്ട്. ആ തുണികളുടെ മേലെ ഇത് മടക്കി നല്ല വൃത്തിയാക്കി നീറ്റാക്കി അടുക്കി വെക്കുന്നതാണ് കാണുന്നത്. Off he went running to his parents. അപ്പോൾ ഇത് കണ്ടത് ഇവൻ തിരിഞ്ഞു ഓടുകയാണ് ഇവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക്. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഇസ് ഫോൾട്ടി. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് എന്താ അല്ല ശരിയല്ല, അത് ഫുള്ള് തെറ്റാണ്, മിസ്റ്റേക്കാണ്.
ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഇവനാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നത്. ഫ്ലിച്ച്ഡ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, മാറ്റുക എന്നൊക്കെ പറയാം കേട്ടോ. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു ഈ റോബോട്ടിൻ്റെ പ്രോഗ്രാമിങ് ശരിയല്ല, പ്രശ്നമാണിത്. ലെറ്റ് us send him off. അതുകൊണ്ട് നമുക്ക് ഇവനെ പറഞ്ഞയക്കാം. അബ്സൊല്യൂട്ട്ലി നോട്ട്, ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. പക്ഷെ അച്ഛനുണ്ടോ സമ്മതിക്കുന്നത്? അച്ഛൻ അങ്ങനെയൊന്നുമില്ല, അവൻ്റെ പ്രോഗ്രാമിങ്ങിന് ഒരു പ്രശ്നമില്ല, ഞാനത് സമ്മതിച്ചു തരില്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. കാരണം അച്ഛൻ ഈ റോബോട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിവരമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത് നീ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ സമ്മതിക്കില്ല, ആ റോബോട്ടിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അച്ഛൻ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പുതിയ ഒരു ബട്ട്ലർ വന്നല്ലോ, അപ്പോൾ അതിൽ നല്ല സന്തോഷത്തിലുമായിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട്ടിൽ അത്തരത്തിലൊരു റോബോട്ടിനെ ജോലിക്ക് വയ്ക്കുക എന്നുള്ളത്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷെ അവനെപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എതിർക്കുക, തർക്കിക്കുക എന്നൊക്കെയാണ് കേട്ടോ. ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് ഇവൻ്റെ അടുത്ത് ഒരു രക്ഷ നേടണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നൊന്ന് പോകണം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നായിട്ടുണ്ട്. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അച്ഛനും മകനും നമ്മൾ ഇതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമായി, തർക്കമായി. അപ്പോൾ അച്ഛൻ പറയുകയാണ്, എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. പറയുന്നത് ഈ റോബോട്ട് എന്ന് പറയുന്നത് നല്ലൊരു സാധനമല്ലേ, അത് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കുക, എത്ര വൃത്തിയായിട്ട് ഓരോ പണിയും ചെയ്യുന്നത്. അപ്പോൾ റിക്കി മറുപടി കൊടുക്കുകയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, ഹിസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഇവൻ നല്ലത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവൻ ദോഷമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ അച്ഛൻ പറയണത് നിനക്ക് തെറ്റിപ്പോയി, കാരണം നിനക്കറിയില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന്. അത് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ അതിനെ കുറ്റം പറയുന്നത്. റിക്കി, ഐ കാണ്ട് എഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വിട്ടില്ലെങ്കിൽ റോബോട്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ല രീതിക്കാണെങ്കിൽ ഏറ്റവും നല്ലതും റോബോട്ടാണ്, അതേപോലെ തന്നെ ചീത്ത രീതിക്കാണെങ്കിൽ ഏറ്റവും മോശവും റോബോട്ട്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, റോങ് ആയിട്ട് തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് നമ്മുടെ റിക്കിയും പറയുന്നത്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. റിക്കി ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എൻ്റെ ആ സാധനം കാണാനില്ല, എൻ്റെ ഈ സാധനം കാണാനില്ല, ഇതൊക്കെ കൊണ്ടുപോകുന്ന റോബോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ദാറ്റ് ഔട്ട് വീഡ് വാട്ട് അവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. ആ ഒരു റോബോട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ അതിനെയൊക്കെയും അപ്പുറത്തേക്ക് വെക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയും മേലെ നമ്മുടെ റിക്കി എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റോബോട്ടിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. One day, the robot who was whirring past heard the boy's complaints. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റോബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റോബോട്ട് കേൾക്കുകയാണ്, നമ്മുടെ ബോയ് പറയുന്ന ഈ പരാതികളൊക്കെ കേൾക്കുകയാണ്. The robot returned with a pair of Ricky's shoes and some of his clothes. അപ്പോൾ റോബോട്ട് എന്ത് ചെയ്യണം, വേഗം പോയിട്ട് റിക്കിയുടെ ഒരു പെയർ ഷൂവും അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സുകളും എടുത്തിട്ട് വരികയാണ്. Here sir, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. അപ്പോൾ റോബോട്ട് പറയണത്, ഇതാ സാർ, ഞാൻ അറിഞ്ഞില്ല, ഞാനിതൊക്കെ അങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സെറ്റ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പോൾ റോബോട്ടിനൊക്കെ സൗണ്ട് അറിയാമല്ലോ, നമുക്കൊരു മെറ്റാലിക് വോയിസ് ആയിരിക്കും. മെറ്റാലിക് വോയിസിൽ അത് പറയുകയാണ്, ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പോൾ എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടാവാണ്ടിരിക്കുക, കള്ള എന്നാണ് നമ്മുടെ റിക്കി പറയുന്നത്. കാരണം ഒരാളുടെ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക, അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക, നീ ഒരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബോട്ടിനെ കുറ്റം പറയണം, ചീത്ത പറയണം. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റാഫ് ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് നീ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റർഡ് ഓൺ ദ ഫ്ലോർ. അപ്പം നമ്മുടെ റോബോട്ട് മറുപടി കൊടുക്കുകയാണ്, ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് അവിടെയും ഇവിടെയൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ലാത്തത്, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണല്ലോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുക. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഇസ് നോട്ട് വാണ്ടഡ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്തിനുള്ളതാണ്, ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുള്ളത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അപ്പം ഞാൻ ഈ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നീറ്റാക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് ഞാനതെന്ത് ചെയ്യും, രാത്രി വേറെ സ്ഥലത്തേക്ക് കൊടുത്തയക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി. ഇത്ര പോലും ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ ലോകത്ത്, അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊടുത്തയക്കുകയാണ് ചെയ്യാറുള്ളത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ്, മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം ഓരോ കാര്യം യൂസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന തരത്തിലാണ് എന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുള്ളത്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. അപ്പോൾ അത് നിനക്ക് അറിയുമായിരുന്നില്ല അല്ലേ. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് നമ്മുടെ റോബോട്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് ആ രീതിക്ക് കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ എന്നാണ് നമ്മുടെ റോബോട്ട് ചോദിക്കുന്നത്. റിക്കി വാസ് അഷെയിംഡ്.
റിക്കിക്ക് ഭയങ്കര എന്താ പറയുക നാണക്കേട് തോന്നുകയാണ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. കാരണം അവനെല്ലാം നമ്മൾ പറയുമല്ലോ, എല്ലാ ഇഷ്ടത്തിലധികം ആവശ്യത്തിലധികം കിട്ടിയിട്ട് അവനൊന്നിനും വിലയില്ല. അതുകൊണ്ടാണ് അവൻ്റെ പുതിയ സാധനങ്ങളാണ് അതടക്കം അവൻ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. അവനൊന്നിനും ഒരു വിലയുണ്ടായിരുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും അവൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ അവന് കിട്ടിയിട്ടുണ്ട്. Yet there were many people in the world who would have been delighted to have Ricky's things. പക്ഷെ അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവന് വിലയില്ലാത്ത ഈ സാധനങ്ങളൊക്കെ എത്രയോ വിലയോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊന്നുമുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത എത്രയോ ആളുകൾ ലോകത്ത് വേറെയുണ്ട്. Unlike him, they would have taken good care of them too. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെമാരിക്കായിരിക്കില്ല അവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് അവരതിനെ അത്രയും നല്ല രീതിക്കാണ് കെയർ ചെയ്യുക. ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ്. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ റോബോട്ടിനൊരു കംപ്ലൈൻറ്റും ഇല്ല, അതിന് കേടോ അല്ലെങ്കിൽ കേടുവന്നതോ അല്ലെങ്കിൽ തെറ്റായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതോ ഒന്നും ആയിരുന്നില്ല, അത് വളരെ കറക്റ്റ് തന്നെ ആയിരുന്നു. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്തതല്ല എന്ന് മാത്രമല്ല, അത് അത്രയും നന്നായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടാണ് അതിനെ വിട്ടിട്ടുള്ളത്. Since then, Ricky decided to become a maximum efficiency boy. അപ്പം ഇത് നമ്മുടെ റോബോട്ട് യൂസ് ചെയ്ത വേർഡാണ് കേട്ടോ, മാക്സിമം എഫിഷ്യൻസി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പാകത്തിനുള്ളൊരു കുട്ടിയായിട്ട് അവൻ മാറുകയാണ്. ആരിൽ നിന്നാണ് അവനത് കണ്ടുപഠിച്ചത്? നമ്മുടെ റോബോട്ടിൽ നിന്നാണ് കേട്ടോ. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാണ്, സാധനങ്ങളിലൊക്കെ അവൻ പഴയ പോലെയല്ല, എല്ലാത്തിനെയും അവൻ കെയർ ചെയ്യുന്നുണ്ട്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. എല്ലാ കാര്യങ്ങളും അവൻ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ വാങ്ങി വയ്ക്കാറുള്ളൂ, വെറുതെ എന്തെങ്കിലുമൊക്കെ കുറെ വാങ്ങിച്ചു കൂട്ടാറില്ല. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. റോബോട്ടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് കൂടെ അവൻ എടുത്തു എന്നാണ്, ഒരു താള് കൂടെ അവൻ എടുത്തു എന്നാണ് പറയുന്നത്. അതായത് ആ റോബോട്ടിൽ നിന്നും ഒരു കാര്യം കൂടെ അവൻ പഠിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. ഇവൻ്റെ പോക്കറ്റ് മണി ഇത്രയും കാലം അവൻ ദൂർത്തടിച്ച് ചിലവാക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അവൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവൻ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റോബോട്ടിൽ നിന്നുമാണ് ഇത്തരത്തിൽ അവന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ഒരു വിഭാഗം ആളുകൾ തന്നേക്കാൾ മോശം അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവൊക്കെ ഉണ്ടായത് നമ്മുടെ റോബോട്ടിൽ നിന്നും ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്